ഇന്നത്തെ മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസ് ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഇൻഹൗസ് എക്സ്പേർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സർ, ആദ്യം നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ടൊന്ന് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമുക്ക് നിലവിൽ നോക്കുമ്പോൾ ഇപ്പോൾ ബ്രെൻഡ് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവിലാണ് ട്രേഡിംഗ് തുടരുന്നത്. WT ക്രൂഡിലോട്ട് വരുമ്പോൾ ഫ്ലാറ്റ് പോസിറ്റീവായ നേട്ടത്തിലുള്ള ഒരു വ്യാപാരമാണ് ഇപ്പോൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്രൂഡിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിഷ്ണു, ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ആ ഒരു ട്രെൻഡിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ $61. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നും നാളെയും ഒക്കെ നമ്മൾ WTI ക്രൂഡിന്റെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഏരിയ $64 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് $66 മുതൽ $68 റേഞ്ച് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സാർ, ഈ US മാർക്കറ്റിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഡൗ ജോൺസ് 0.48% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ S&P 500 0.3% നേട്ടം, നാസ്ഡാക്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു നേട്ടവുമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ പല സൂചികകളിലൊക്കെ ഒരു ഓൾ ടൈം ഹൈ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒറാക്കിളിൻ്റെ ഓഹരിയിലൊക്കെ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റവുമാണ് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിൽ താങ്കൾ ഇപ്പോൾ ഒരു ടേക്ക് ഇപ്പോൾ എന്താണ്? അമേരിക്കൻ മാർക്കറ്റിൽ ലോങ് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബോത്ത് ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്കിന്റെ കേസിൽ ബുള്ളിഷ്നെസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ഈവൻ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നത്. എങ്കിലും നമ്മൾ വളരെ ചെറിയൊരു ടൈം ഫ്രെയിമിലോട്ട് വരികയാണെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 13-ാം തീയതി ആയിരുന്നു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. 23,969 പോയിന്റ് ആയിരുന്നു. സോ ആ ഒരു റെസിസ്റ്റൻസിൽ വീണ്ടും നമുക്ക് ഇന്നലെ ഒരു ക്ലോസിംഗ് കാണാൻ സാധിച്ചിരിക്കുന്നത്. സോ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നാസ്ഡാക്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 23,500 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോഫിറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഓഗസ്റ്റ് 22-നായിരുന്നു നമുക്ക് ഓൾ ടൈം ഹൈ കിട്ടിയത് 45,757. അതേ ലെവലിൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് 2 ആഴ്ചയായിട്ടാണ് ഇപ്പോൾ കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. അപ്പോൾ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കത്തുള്ളൂ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ആദ്യത്തെ 45,200, അതിനുശേഷം 44,800. സാറിന് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത് നിഫ്റ്റി 50 ഇന്നലെ ക്ലോസ് ചെയ്ത് 24,973 എന്നൊരു നിലയിലായിരുന്നു. 0.42% നേട്ടമാണ് നമുക്ക് നിഫ്റ്റി 50യിൽ ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. കൂടുതലൊരു സൈഡ് വേസ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു ഇന്നലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ ഒത്തിരി നാളുകളായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് 25,000 പോയിന്റ്. സോ ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഇന്നലത്തെ ഹയസ്റ്റ് ലെവൽ 20,038 പോയിന്റ് ആയിരുന്നു. ആ ലെവലിൽ എത്തിയപ്പോഴേക്കുമായിരുന്നു വീണ്ടും നമുക്ക് നിഫ്റ്റി 50യിൽ റെസിസ്റ്റൻസ് കാണാൻ സാധിച്ചത്. ഇന്നും നാളെ നമ്മൾ നിഫ്റ്റി 50യുടെ കേസിൽ 25,100 മുതൽ 25,200 റെസിസ്റ്റൻസ് റേഞ്ച് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇതിൽ 54,536 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായത്. 0.59% നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 319 പോയിന്റിൻ്റെ നേട്ടമായിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷുമായി തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ വളരെ മേജർ റെസിസ്റ്റൻസ് ലെവൽസ് ക്രോസ് ചെയ്യാനിരിക്കുന്നു. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 55,200, അതിനുശേഷം 55,600 മേജർ റെസിസ്റ്റൻസ് ലെവൽസ് കാണുന്നത്. ഈ 2 റെസിസ്റ്റൻസ് ലെവൽ ക്രോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ.
സാർ ഇനി സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് അവന്തി ഫീഡാണ്. ഇന്നലെ അവന്തി ഫീഡിനെ സംബന്ധിച്ച് 14% നേട്ടം രേഖപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല സീ ഫുഡ് ഓഹരികളിലൊക്കെ ഇന്നലെ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. അപ്പെക്സ് നോക്കുമ്പോൾ 17% കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. കോസ്റ്റൽ കോർപ്പറേഷനിൽ 20% ഒരു അപ്പർ സർക്യൂട്ടും ടച്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നമുക്ക് അവന്തി ഫീഡ്സിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ 756 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സോ അവന്തി ഫീഡിന്റെ കേസിൽ ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിലെ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ഒത്തിരി വോളറ്റിലിറ്റി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇന്നലെ ഈ സ്റ്റോക്കിൽ കണ്ടിരിക്കുന്ന വലിയ കുതിപ്പും ഒരു സ്ട്രോങ് ക്ലോസിനെയും തുടർന്ന് ഇതിന്റെ വളരെ മേജർ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 760 രൂപ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇന്നും നാളെയൊക്കെ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 760 മുതൽ 780 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ സാധിച്ച ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഇനി അപ്പോളോ മൈക്രോസിസ്റ്റത്തിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 3.62% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. 283 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാസങ്ങളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ മാസവും ഈ മാസമൊക്കെ ഒരു നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഓൾമോസ്റ്റ് ഒരു 50% നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡ് ചെയ്യുന്നത്. മാത്രമല്ല ഈ മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ടച്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? അപ്പോളോ മൈക്രോസിസ്റ്റത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. അറ്റ് ദിസ് പോയിന്റ് നമുക്ക് കാര്യമായിട്ടൊരു റിസ്ക് കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 288 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 319, 319, 329 അങ്ങനെ ഒരു പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 267 ആയിരിക്കണം. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ആൻ്റണി വേസ്റ്റ് ഹാൻഡ്ലിംഗ് സെൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഓഹരിയാണ്. അതിൽ 0.68% ഇടിവാണ് രേഖപ്പെടുത്തിയത്. 580 എന്നുള്ളൊരു പ്രൈസാണ് നിലവിൽ ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? സോ ആന്റണി വേസ്റ്റ് ഇസ് സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ ഒരു സ്റ്റോക്കിന്റെ കേസിലും നമുക്ക് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ജൂൺ മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 560 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സ്റ്റോപ്പ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 620 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് എക്സൈഡ് ഇൻഡസ്ട്രീസിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1% ഇടിവ് രേഖപ്പെടുത്തിയാണ് നിലവിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. 422 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. മാത്രമല്ല വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വീക്കുകളൊക്കെ നോക്കുമ്പോൾ നേരിയ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് വോളിയം കൂടുതലായിട്ട് ഈ ഒരു സൗകര്യം നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എക്സൈഡ് ഇൻഡസ്ട്രീസിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? എക്സൈഡ് ഇൻഡസ്ട്രിയുടെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് നല്ല നേട്ടമാണ് കിട്ടിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. സോ നമ്മൾ എക്സ്ട്രീം ഷോർട്ട് ടേം ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി ഒരുങ്ങണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 400 മുതൽ 410 രൂപയായിരിക്കും. സാർ ഈ ഓലയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.79% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 59.36 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടർച്ചയായി ഇപ്പോൾ ഒരു 5-ാം ദിവസവും ഇപ്പോൾ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടൊരു ക്ലോസിംഗ് ആണ് ഓലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓലയിൽ ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തുടരുമോ? ഓലയുടെ കേസിൽ വളരെ സ്ട്രോങ് ഒരു അപ്മൂവ് ആയിരുന്നു നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഓല നിലവിൽ ഇറ്റ്സ് എ ലോസ് മേക്കിംഗ് കമ്പനി, ബട്ട് എനിക്ക് തോന്നുന്നത് ദിസ് വിൽ ബി എ ടേൺ അറൗണ്ട് എ സ്റ്റോക്ക്. സോ നമ്മൾ ആ കമ്പനിയുടെ ഫൈനാൻഷ്യൽസും ബിസിനസ് ഔട്ട്ലുക്കിലും ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കറണ്ട് ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 55 രൂപയായിരിക്കും.
ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 2-3 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽ, ആദ്യത്തെ 63 രൂപ 50 പൈസ, 69 രൂപ, 72 രൂപ 50 പൈസ, 76 രൂപ. സാറിന് ഈ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 0.72% നേട്ടത്തിൽ 208 എന്നൊരു പ്രൈസിലാണ് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നേരിയ തോതിലൊരു കൺസോൾട്ടേഷൻ ഈ ഒരു ഓഹരിയിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ഷിപ്പിംഗ് കോർപ്പറേഷന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ 222 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 195 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി ഡെൽറ്റ കോപ്പിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 1% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 83 എന്നൊരു പ്രൈസിലാണ് ഇത് ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മളൊരു ഡെയിലി ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിലൊരു 5 ദിവസമായി ഇപ്പോൾ തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് തുടരുന്നത്. ഡെൽറ്റ കോപ്പിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഡെൽറ്റ കോപ്പ് ഇസ് എ സ്മോൾ ക്യാപ് ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. നിലവിൽ ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. സോ ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സിഗ്നൽ കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സാർ, നമുക്ക് അടുത്ത ഒരു ഓഹരി എന്ന് പറയുന്നത് BSEയുടെ വ്യൂ ആണ് അറിയേണ്ടത്. BSEയുടെ ഒരു ട്രേഡിംഗ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ BSE രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് BSEയിൽ ക്ഷമിക്കണം സാർ, എനിക്ക് ആ ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ BSEയുടെ വ്യൂ ഒന്ന് പറയാമോ? BSEയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നല്ലൊരു സെറ്റപ്പ് ഫോമായി വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 2100. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കും. ബട്ട് ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ 2420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. KSE ഇൻ്റർനാഷണൽ ആണ് അടുത്ത വാച്ച് ലിസ്റ്റിലുള്ള ഒരു സ്റ്റോക്ക്. KSE നോക്കുമ്പോൾ നിലവിൽ 1% ഇടിവ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 870 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ KSE ഇപ്പോൾ നേരിയൊരു കൺസോൾട്ടേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. KSEയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? KSEയുടെ കേസിൽ നമുക്ക് കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഓഗസ്റ്റ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നതായിട്ട് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 838 രൂപയിലായിരിക്കും സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 838 മുതൽ 850 ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 890 രൂപയായിരിക്കും. ഇനി ഈസ്റ്റ് മൈ ട്രിപ്പിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. നമ്മൾ സ്റ്റോക്ക് നോക്കുമ്പോൾ 0.81% നേട്ടത്തിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് നമുക്ക് കാണുന്നത്. 8 എന്നൊരു പ്രൈസിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇപ്പോൾ ഒരു ബെയറിഷ് മോഡിലുള്ള ഒരു ട്രേഡിംഗ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? ഈസ്റ്റ് മൈ ട്രിപ്പിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 10 രൂപയായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 11 അതിനുശേഷം 12. 12ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. സാറിന് പാക്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. പാക്ക് ഡ്യൂറബിൾ ലിമിറ്റഡ് നമ്മൾ നോക്കുമ്പോൾ 1% ഇടിവാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 387 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. ഇപ്പോൾ മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? പാക്കിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ദിസ് ഇസ് അഗെയിൻ എ സ്മോൾ ക്യാപ് ആൻഡ് ഈ ഒരു കേസിലും നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കണമെങ്കിൽ 422 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. സാറിന് യൂനോ മിൻ്റയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 1% ഇടിവായിരുന്നു ഇന്നലെ രേഖപ്പെടുത്തിയത്. 1269 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. കഴിഞ്ഞ മാസം ഓൾമോസ്റ്റ് ഒരു 27% മുകളിൽ ഈ ഒരു ഓഹരിക്ക് നേട്ടം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ യൂനോ മിൻ്റയിൽ ട്രേഡിംഗ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? യൂണോ മിൻ്റയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ വളരെ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം.
നമ്മൾ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1160 മുതൽ 1190 രൂപ വരെ. സാറിന് ഈ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. HAL ഇൻഫ്രോ നോക്കുമ്പോൾ 0.1% നേട്ടമാണ് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 88 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, ഈ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം, അതായത് ഓഗസ്റ്റ് 2025 ആ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം തുടർച്ചയായി ഇപ്പോൾ എല്ലാ മാസവും ഒരു ഇടിവ് രേഖപ്പെടുത്തുന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ, ഒരു ട്രെൻഡ് റിവേഴ്സലിലുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ ലിസ്റ്റ് ചെയ്ത് ഏതാണ്ട് ഒരു 3 ആഴ്ചയായിട്ടുള്ളൂ. സോ നമുക്ക് ഒത്തിരി ട്രേഡിംഗ് ഹിസ്റ്ററി കാണാൻ സാധിക്കുന്നില്ല. ആൻഡ് ലിസ്റ്റിങ്ങിന് ശേഷം തുടർച്ചയായിട്ട് ഈ സ്റ്റോക്ക് സെല്ലിംഗ് പ്രഷറെ നേരിട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 82 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞൊരു തെറ്റ് തിരുത്തിയാണ്. ഞാൻ മന്ത്ലി ട്രേഡിംഗ് എന്നാണ് പറഞ്ഞത്. വീക്ക്ലി ട്രേഡിങ്ങിലാണ് ഈ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം ഇപ്പോൾ തുടർച്ചയായി ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തൊരു ഓഹരിയിലോട്ട് നമുക്ക് പോകാം. ഇനി നമുക്ക് അറിയേണ്ട ഒരു ഓഹരി എന്ന് പറയുന്നത് ലെമൺ ട്രീ ആണ്. ലെമൺ ട്രീയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് 2% ഇടിവ് രേഖപ്പെടുന്ന നിലയിലാണ് ട്രേഡിംഗ് ഇന്നലെ കാഴ്ചവെച്ചത്. 172 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് ഈ ഒരു മാസം നോക്കുമ്പോൾ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. കഴിഞ്ഞ 2 മാസവും നേട്ടത്തിൽ തന്നെയുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. ലെമൺ ട്രീയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷനും ഒപ്പം വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ലെമൺ ട്രീയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇത് ലെമൺ ട്രീ മാത്രമല്ല, ITC ഹോട്ടൽ മുതലായ പല സ്റ്റോക്സിലും നമുക്ക് ഇതേ ബുള്ളിഷ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നുണ്ട്. ലെമൺ ട്രീയിൽ നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഷോർട്ട് ടേം ട്രേഡിങ്ങിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് 160 മുതൽ 165 ഈ റേഞ്ചിലായിരിക്കും നമ്മൾ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാറിന് കിങ്സ് ഇൻഫ്രയുടെ വ്യൂ ആണ് അറിയേണ്ടത്. ഇന്നലെ 8% എന്നൊരു കുതിപ്പ് രേഖപ്പെടുത്താൻ ഓഹരിക്ക് സാധിച്ചിരുന്നു. 172 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 2 മാസം നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് ആണ് ഓഹരിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. കിങ്സ് ഇൻഫ്രയിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സോ കിങ്സ് ഇൻഫ്രയിൽ ആദ്യം തന്നെ കാണുന്ന ഒരു പ്രോബ്ലം, ഇറ്റ് ഈസ് ലിസ്റ്റഡ് ഓൺലി ഓൺ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് NSE ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ആൻഡ് നമ്മൾ ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞ 2-3 വർഷത്തെ ഒരു ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും ഇതിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണുന്നില്ല. ആൻഡ് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള മൂവ്മെന്റ് പല ദിവസങ്ങളും കാണാൻ സാധിക്കുന്നത്. എങ്കിലും ഈ സ്റ്റോക്കിന് വലിയൊരു മൂവ്മെന്റ് ആയിരുന്നു ഇന്നലെ കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് തീർച്ചയായിട്ടും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്തിട്ട് വേണം ഈ സ്റ്റോക്കിലെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ. ഇനി വിമത ലാബിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 3% ഇടിവായിരുന്നു ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചതായിട്ട് നമുക്ക് കാണുന്നത്. 796 ഇപ്പോൾ ഈ ഒരു ഓഹരിയുടെ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഒരു മാസം പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിലി തന്നെ 30% ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ളൊരു വോളിയം ട്രേഡിംഗ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിമത ലാബിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? വിമത ലാബിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ്. നമ്മൾ ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ട ആദ്യത്തെ സപ്പോർട്ട് 800 രൂപ. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്ന ഏകദേശം അതേ ലെവലിലാണ് ക്ലോസിംഗ് നടന്നിരിക്കുന്നത്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് കാണുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 764. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 764 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കും. ഇനി അറിയേണ്ടത് ജൂലിയൻ ആഗ്രോ ഇൻഫോടെക് ലിമിറ്റഡിനെ പറ്റിയാണ്. 1.9% ഇടിവായിരുന്നു രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 7 എന്നൊരു പ്രൈസിലാണ് നിലവിൽ ഈ ഒരു ഓഹരിയിൽ ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ജൂലിയൻ ആഗ്രോയിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി വിഷ്ണു, ഈ സ്റ്റോക്കിന്റെ ഡേറ്റ എനിക്ക് ലഭ്യമല്ല. ഇത് അടുത്തൊരു സെഷനിൽ കവർ ചെയ്യാം. ഓക്കെ സാർ, നമുക്ക് അടുത്ത ഒരു ഓഹരിയിലോട്ട് പോകാം. ഇനി BEMLൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.46% നേട്ടത്തിലായിരുന്നു ട്രേഡിംഗ് നടന്നത്. 4064 ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BEMLൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്?
BMLന്റെ കേസിൽ വളരെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിരിക്കുന്ന വളരെ ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ്. ഈ സ്റ്റോക്കിന്റെ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ഇന്നും നാളെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 4160. എനിക്ക് തോന്നുന്നത് താമസിക്കാതെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സാറിന് NSDLന്റെ വ്യൂ ആണ് അറിയേണ്ടത്. കഴിഞ്ഞ മാസമായിരുന്നു ഓഹരി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2.73% ഇടിവാണ് ഇന്നലത്തെ ട്രേഡിൽ കണ്ടത്. 1305 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ നിലവിലത്തെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? NSDLന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിലെ കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1220 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി നമുക്ക് സ്വിഗ്ഗിയുടെ വ്യൂ ആണ് അറിയേണ്ടത്. 2% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 3% അടുത്തൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 423 എന്നൊരു പ്രൈസിലാണ് സ്വിഗ്ഗി ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ച് നമ്മളൊരു മന്ത്ലി ട്രേഡിംഗ് വിലയിരുത്തുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു മെയ്ക്ക് ശേഷം ഓഹരിയിൽ ഓൾമോസ്റ്റ് ഒരു 30% അല്ലെങ്കിൽ ഒരു 40% ഒക്കെ നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. സ്വിഗ്ഗിയിൽ താങ്കളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ്. നമ്മൾ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 400 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് നെഗറ്റീവ് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. ഹൗവർ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാറിന് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നുള്ള HDFC ലൈഫിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 2% നേട്ടം രേഖപ്പെടുത്തിയാണ് ട്രേഡിംഗ് തുടരുന്നത്. 777 എന്നൊരു പ്രൈസിലാണ് നിലവിൽ ഇപ്പോഴൊരു ക്ലോസിംഗ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. HDFC ലൈഫിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. കൂടാതെ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് സെക്ടർ ഓഹരികൾ താങ്കൾ ഇപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടോ? വിഷ്ണു, HDFC ലൈഫിന്റെ കേസിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം ഒരു സൈഡ് വേസ് കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നത്. വളരെ മേജർ സപ്പോർട്ട് 722 വളരെ മേജർ റെസിസ്റ്റൻസ് 822 കാണുന്നുണ്ട്. സോ നമുക്ക് ഈ 2 ലെവൽസിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭിക്കാൻ പോകുന്നുള്ളൂ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ സ്റ്റോക്ക് 820 തൊട്ട് മുൻപ് 800 രൂപയിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സാറിന് നമുക്ക് അറിയേണ്ടത് GE ഷിപ്പിങ്ങിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. GE ഷിപ്പിങ്ങിനെ സംബന്ധിച്ച് നമ്മളൊരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ട്രേഡിങ്ങിൽ GE ഷിപ്പിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാർ, എനിക്ക് ആ ഒരു ഡാറ്റ നിലവിൽ ഇപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ആ ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ ഒന്ന് GE ഷിപ്പിങ്ങിൻ്റെ വ്യൂ പറയാമോ? GE ഷിപ്പിംഗിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഈ സ്റ്റോക്കിന്റെ കേസിലും വലിയൊരു ട്രേഡിംഗ് റേഞ്ച് ഫോം ആയിരിക്കുന്നത്. ഡൗൺ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും 880 രൂപയിൽ ഒരു നല്ല സപ്പോർട്ടും റെസിസ്റ്റൻസ് ആയിട്ട് 1050 രൂപയും കാണുന്നുണ്ട്. സോ അറ്റ് ദിസ് പോയിന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരവും ഇല്ല. 1050 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സാറിന് ഈ പ്രോട്ടിയാൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. 0.5% നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 913 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ലിസ്റ്റിങ്ങിന് ശേഷം വലിയ ഇടിവിലൊക്കെ ട്രേഡ് ചെയ്ത ഓഹരിയിൽ നമ്മൾ കഴിഞ്ഞ മാസം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ മാസവും ഒരു നേട്ടത്തിൽ തന്നെയാണ് ട്രേഡിംഗ് തുടരുന്നത്. ഈ ഒരു ഓഹരിയിൽ ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഓഗസ്റ്റ് മാസത്തിന് ശേഷം നല്ലൊരു നേട്ടമായി സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഷോർട്ട് ടേം ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 798 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ബട്ട് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുമെങ്കിൽ 960 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി HDFC ബാങ്കിൻ്റെ വ്യൂ ആണ് അറിയേണ്ടത്. ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലായിരുന്നു ഇന്നലെ ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. 965 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ HDFC ബാങ്കിൽ താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകളും ഒപ്പം താങ്കളുടെ എക്സ്പെക്റ്റേഷനും എന്താണ്? HDFC ബാങ്കിന്റെ കേസിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് ഷോർട്ട് ടേം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് ആക്ച്വലി HDFC ബാങ്കിൽ കാണുന്ന വീക്ക്നെസ് കൊണ്ടാണ് നമുക്ക് നിഫ്റ്റി 50യിലും നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും ഇത്രത്തോളം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. HDFC ബാങ്കിന്റെ കേസിൽ നമുക്കൊരു ബുള്ളിഷ് റിവേഴ്സൽ കാണാൻ സാധിക്കുകയാണെങ്കിൽ 990 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പമായിരിക്കത്തില്ല ബ്രേക്ക് ചെയ്യാനായിട്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 945 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
സാറിന് അവസാനമായി നമുക്ക് ചോദിക്കാനുള്ളത് റിലയൻസിനെ പറ്റിയാണ്. റിലയൻസ് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു എടുത്തത്. 1377 ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് കാണുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസിൽ താങ്കളുടെ ടേക്ക് ഇപ്പോൾ എന്താണ്? റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ട് തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുകയാണെങ്കിൽ 1430 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേമിൽ നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാം. അറ്റ് ദ സെയിം ടൈം കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1330 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സ് പ്രേക്ഷകർക്കായി പങ്കുവച്ചു. താങ്ക് യു. ഏതായാലും ഈ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കണം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻ തേടേണ്ടതാണ്. ഞങ്ങളുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. ആ ഒരു ഷോയിൽ ഇപ്പോൾ മുഹമ്മദ് സഫാൻ ജോയിൻ ചെയ്യുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.